മറന്ന വീരനായകരെ വീരസഖാക്കളെ ചോര കൊണ്ടി വിലാസം രചിച്ച വീരസഖാക്കളെ മറക്കുകിലൊരു നാടും ഞങ്ങൾ രക്തസാക്ഷികളെ പൊതുസമ്മേളനങ്ങളിലേക്ക് സഖാവ് കാനം രാജേന്ദ്രൻ നഗറിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. CPI രൂപീകരണത്തിന്റെ 100ാം വാർഷികാഘോഷ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരളത്തിന്റെ പ്രിയപ്പെട്ട സംരക്ഷണ വകുപ്പ് മന്ത്രി സഖാവ് റാണി കൊകേരിയിൽ സംസാരിക്കുന്നു. പ്രിയപ്പെട്ടവരെയും രാജ്യത്തിന്റെ ഭരണഘടനയും മതനിരപേക്ഷതയും ഫെഡറൽ സംവിധാനങ്ങളുമെല്ലാം കവട്ടി മതിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മണ്ഡല സമ്മേളനം നടക്കുന്നതാണ്. CPI മണ്ഡല സമ്മേളനം എന്നും നാളെയും കൈവേലിയിൽ സഖാവിൽ ഗോവിന്ദ സ്മൃതികുടീരത്തിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മണ്ഡലം സെക്രട്ടറി സഖാവ് MP കുഞ്ഞിരാമൻ പെങ്ങാറി, ജാഥാ ലീഡർ സഖാവ് പ്രഭാകരൻ മാസ്റ്റർ, ലീഡർ സഖാവ് BP നായർ, ഡയറക്ടർ സഖാവ് റെനി വിൽസൺ നയിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറ്റ്യാടി മണ്ഡലം സമ്മേളനം ചേർന്നിരിക്കുകയാണ്. കൊടിമരങ്ങളുടെ ഏറ്റുവാങ്ങുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ സമ്മേളനത്തിന്റെ സ്വാഗത സമിതിയുടെ ചെയർപേഴ്സൺ സഖാവ് റീന സുരേഷ് ജാഥാംഗങ്ങളിൽ നിന്നും കൊടിമരമേറ്റുവാങ്ങുകയാണ്. ഇൻകുലാബ് സിന്ദാബാദ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്, 25ാം പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്, മണ്ഡലം സമ്മേളനം സിന്ദാബാദ്, ജാഥാ സംഘം സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ അമരന്മാർ, അനശ്വരന്മാർ, വീരന്മാരുടെ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്.
അടുത്തായി ഇൻകുലാബ് സിന്ദാബാദ്, CPI സിന്ദാബാദ്, 25 സിന്ദാബാദ്, രക്തപതാക സിന്ദാബാദ്, ഇൻകുലാബ് 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 സിന്ദാബാദ്. പ്രിയപ്പെട്ടവരെ, പതാക ഉയർത്തുന്നത് മുതിർന്ന വാനിലുയർന്നു പറക്കുപതാകെ, വാനിലുയർന്നു പറക്കുമ്പോൾ അവേശത്താൽ ഞങ്ങൾ വിളിക്കും, ആമോദത്താൽ ഞങ്ങൾ വിളിക്കും. രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ അമരന്മാർ, അനശ്വരന്മാർ ധീരന്മാർ, ധീരന്മാരുടെ പ്രസ്ഥാനം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്, CPI സിന്ദാബാദ്. പിടിച്ച ചെങ്കൊടി, ഒച്ചിമിന്റെ പൊൻകൊടി, താഴുകില്ല താട്ടുകില്ല ലോകമുള്ള നാൾ വരെ. ഇൻകുലാബ് സിന്ദാബാദ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്, 25 പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്, മണ്ഡലം സമ്മേളനം സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് 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 സിന്ദാബാദ്. സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ BJP തയ്യാറല്ല എന്ന് കാണിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള ഏറ്റവും അടിത്തട്ടിലുള്ള സാധാരണക്കാരെ പോലും അവരെ അടിച്ചമർത്തുന്ന നയ സമീപനങ്ങളുമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ നാം എടുത്ത് പരിശോധിച്ചാൽ നിരവധിയായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മുടെ ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ രാജ്യത്തെ സാധാരണ ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാൻ കഴിയും. അവിടെയാണ് മണിപ്പൂർ എന്ന് പറയുന്ന കോൺഗ്രസുകാരെ മുഴുവൻ ചാക്കിട്ട് പിടിച്ചുകൊണ്ട് അവിടെ അധികാരത്തിൽ വന്നത് BJP ഗവൺമെന്റ് ആണെന്ന് നമുക്ക് കാണുവാൻ സാധിച്ചു. ആ BJP അധികാരത്തിൽ വന്നിട്ടാണ് 2 വിഭാഗക്കാർ തമ്മിൽ ശക്തമായ നിലയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കുക്കി വിഭാഗവും മറ്റിതര വിഭാഗവും തമ്മിലുള്ള ശക്തമായ നിലയിലുള്ള കയ്യാങ്കളിയും തോക്കുപയോഗിച്ചും വാളുകൾ ഉപയോഗിച്ചും കൊണ്ടുള്ള ശക്തമായ നിലയിലുള്ള സംഘടനകൾ ആ സംസ്ഥാനത്ത് നടന്നപ്പോൾ അതിനകത്ത് ഇടപെടുവാൻ ഒരു സംസ്ഥാന ഗവൺമെന്റ് ഇല്ലാതെ പോകും. ആയിരക്കണക്കിന് ആൾക്കാരുടെ വീടുകൾ നശിപ്പിക്കുന്നു, അമ്പലങ്ങൾ നശിപ്പിക്കുന്ന ഒരവസ്ഥ എവിടെയുണ്ടായി. അവിടുത്തെ ജനവിഭാഗങ്ങൾക്ക് സ്വന്തം വീടുകളിൽ താമസിക്കുവാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി. അവരെല്ലാം അന്യ ആൾക്കാരെ പോലെ മറ്റു പലയിടത്തും പോയി താമസിക്കേണ്ടുന്ന അവസ്ഥയായി. അതിൽ നല്ലൊരു വിഭാഗം ആൾക്കാരെ നാം എടുത്ത് പരിശോധിച്ചാൽ അവർ ആ സംസ്ഥാനം വിട്ട് മറ്റു പലയിടത്തോടും പലായനം ചെയ്യുന്ന അവസ്ഥയും നമുക്ക് കാണുവാൻ കഴിയും. അവിടുത്തെ ഗോത്രവർഗക്കാരെ എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം അവർ വനം മേഖലയിലാണ് അവരൊക്കെ താമസിക്കുന്നത്. ആ വനം മേഖല മുഴുവൻ ഒഴിപ്പിക്കുവാൻ, അതൊക്കെ കോർപ്പറേറ്റുകൾക്ക് കൈമാറുവാൻ, അത് 30 വർഷമോ 60 വർഷമോ 90 വർഷമോ ഇതൊക്കെ കുത്തക കോർപ്പറേറ്റുകൾക്ക് തീരാധാരം എഴുതി കൊടുക്കുവാൻ, അങ്ങനെയൊക്കെയുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ് ആയിട്ട് മണിപ്പൂർ ഗവൺമെന്റ് മാറിയപ്പോഴും കേന്ദ്രം ഭരിക്കുന്ന പ്രധാനമന്ത്രിയോ ആ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയോ അതിനകത്ത് ഇടപെടാത്തൊരവസ്ഥ ഉൾപ്പെടെ ഉണ്ടായത് നാം കണ്ടതാണ്. എന്നാൽ നമുക്കറിയാം, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഉയർന്ന ഘടകത്തിലുള്ള നമ്മുടെ പ്രിയങ്കരായ നേതാക്കൾ മണിപ്പൂർ സന്ദർശനം നാം കണ്ടു. ഇന്ത്യൻ പാർലമെന്റിലെ ഇടതുപക്ഷ MP-മാർ ആ സംസ്ഥാനം സന്ദർശിച്ചത് നാം കണ്ടു. പക്ഷെ അവരൊക്കെ വന്നു, ഇതെല്ലാം കണ്ടു, ഇതെല്ലാം മനസ്സിലാക്കി അതിന് റിപ്പോർട്ടായി തയ്യാറാക്കി ഇന്ത്യയുടെ പാർലമെന്റിന് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് കൊടുത്തിട്ട് പോലും തിരിഞ്ഞു നോക്കിയോ പാർലമെന്റിൽ ഒരക്ഷരം പോലും വിടാതെ പോകുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് നമുക്ക് കാണുവാൻ കഴിയും.
പക്ഷെ ഇന്ന് ആ സംസ്ഥാനം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിക്കൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ഇത് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. അപ്പൊ അതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ നമ്മോട് ചെയ്യുന്നത്. എന്നാൽ നമുക്കറിയാം, ഈ കേരളം 2016 ശേഷം ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിനെയും കഴുത്തിന് മുറുക്കിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇന്നും മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിരിക്കും, നമുക്ക് കിട്ടുവാനുള്ള GST വിഹിതം കേരളത്തിന് അർഹമായ നിലയിൽ നമുക്കിപ്പോ തരാതെ അത് ഉൾപ്പെടെ വെട്ടിക്കുറയ്ക്കുന്ന അവസ്ഥ. അത് സംസ്ഥാന ഗവൺമെന്റുകൾക്കും അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റുകൾക്കും കടം എത്ര വേണമെങ്കിലും എടുക്കാമായി. എന്നാൽ കേരള സംസ്ഥാനത്തിനോട് കടമെടുക്കുന്നതിന് ഒരു പരിധി നിശ്ചയിച്ച കേന്ദ്ര സർക്കാരിനെ നമുക്ക് കാണുവാൻ കഴിയും. അത് മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം, പദ്ധതിക്ക് അപ്പുറമുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കിയിരിക്കുവാൻ പറ്റില്ല. അതുകൊണ്ട് കേരളത്തിൽ കിഫ്ബി എന്ന നിലയിൽ ഒരു പുതിയ പദ്ധതി കേരളത്തിൽ കൊണ്ടുവരികയും ആ കിഫ്ബിയുടെ പ്രവർത്തനം നമ്മുടെ കേരളത്തിൽ നാം മുന്നോട്ട് കൊണ്ടുവരും. കിഫ്ബിയിലൂടെ ഈ ഗവൺമെന്റ് പണം സ്വരൂപിച്ചു കൊടുക്കും. നമുക്ക് ആവശ്യമായ 8 ലക്ഷം കോടി രൂപയാണ് നമ്മൾ ആ കിഫ്ബിയിലൂടെ ഈ പണം സ്വരൂപിച്ച് വികസനം നടപ്പിലാക്കണമെന്ന് നമ്മൾ ശ്രദ്ധിച്ചു. പക്ഷെ അത് 90 ലക്ഷം കോടി രൂപയായിട്ട് നമുക്കത് ഉയർത്തി. PSC നിയമനങ്ങൾ ഏറ്റവും കൂടുതൽ നടത്തിയ ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് എന്ന് ചോദിച്ചാൽ അത് കേരളമാണ് എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റും. PSC നിയമനങ്ങളിലും ഏറ്റവും മുൻപന്തിയിൽ വന്നത് കേരളമാണ്. അത് മാത്രമാണോ, ഇന്ന് നമുക്കറിയാം, നല്ല ഉയർന്ന പഠിത്തം ഉൾപ്പെടെ കഴിഞ്ഞ് എല്ലാ മേഖലകളിലും കടന്നു കയറുവാൻ പറ്റാവുന്ന തരത്തിലുള്ള ഒട്ടേറെ ചെറുപ്പക്കാരെ നമ്മുടെ സംസ്ഥാനത്ത് നമുക്ക് കാണുവാൻ കഴിയും. എല്ലാവർക്കും ഒരുപക്ഷെ PSC നിയമനങ്ങൾ കിട്ടില്ല എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. ഒഴിവുകളൊക്കെ നികത്തിക്കൊണ്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോഴും ഇത്തരത്തിൽ ഉയർന്ന വിദ്യാഭ്യാസം നേടിയ ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും സംരംഭങ്ങളിലൂടെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യം കൈവരിക്കുവാൻ മുന്നോട്ട് വന്ന ഗവൺമെന്റ് ഓരോ ജില്ലകളിലും ആയിരക്കണക്കിന് സംരംഭകരെ നമ്മൾ വിളിച്ചു ചേർത്തു. അവർക്ക് എന്താണ് ആവശ്യം, അവർക്ക് എന്ത് സംരംഭമാണ് ആരംഭിക്കേണ്ടത്, അതിനനുസരിച്ചിട്ടുള്ള പ്രോജക്റ്റുകൾ തയ്യാറാക്കുക. ആ പ്രോജക്റ്റിനനുസരിച്ച് ബാങ്ക് ലോൺ കൊടുക്കുവാനുള്ള സംവിധാനങ്ങൾ ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളെ കൂടി കോർഡിനേറ്റ് ചെയ്തെടുത്തപ്പോ വലിയ മാറ്റമാണ് കേരളത്തിലുണ്ടായത്. അവർക്ക് വേണ്ടുന്ന സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുവാൻ പഞ്ചായത്തുകൾ കൂടി തയ്യാറായി വന്നപ്പോൾ ഒരു വർഷം 1 ലക്ഷം സംരംഭങ്ങൾ 2022-23 എന്ന് ഞങ്ങൾ ഉദ്ദേശിച്ച് മുന്നോട്ട് പോയപ്പോൾ 1,40,40,000 സംരംഭങ്ങൾക്ക് തുടക്കമിട്ട ഒരു സംസ്ഥാനമായി കേരള സംസ്ഥാനം മാറ്റിമറിക്കുവാൻ കഴിയും. അതിൽ 32,000 സംരംഭങ്ങൾ നാം എടുത്ത് പരിശോധിക്കുമ്പോൾ കേരളത്തിലെ സ്ത്രീ സംരംഭങ്ങളാണ് എന്ന് ഉയർത്തി കാണിക്കുവാൻ നമുക്ക് കഴിയും. ആ നിലയിൽ നമുക്കറിയാം, ഇന്നും ജോലിയില്ലാത്ത ആൾക്കാരെ കൂടി ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യം. എല്ലാ ജില്ലകളിലും ഇൻഫർമേഷൻ ടെക്നോളജി IT ശക്തമായ നിലയിൽ കൊണ്ടുവരുവാൻ, ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് അതിലൂടെ തൊഴിൽ കൊടുക്കുവാൻ, വ്യവസായങ്ങളുടെ ഒരു ഹബ്ബാക്കി കേരളത്തെ മാറ്റിയെടുക്കുവാൻ, ഒട്ടേറെ പുതിയ വ്യവസായങ്ങൾ നമ്മുടെ കേരളത്തിൽ തുടങ്ങുവാൻ അതിനൊക്കെ അനുമതി കൊടുത്തു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ സംരംഭകരെ ഇത്തരത്തിലുള്ള വലിയ വ്യവസായികളുടെ യോഗം കേരളത്തിൽ വിളിച്ചു ചേർത്തു. അവരേത് വ്യവസായങ്ങളാണ് തുടങ്ങുന്നത്, എത്ര കോടി അവർ ഇടുവാൻ പോകുന്നത് എന്നൊക്കെ ഒരുമിച്ചിരുന്ന് ആലോചിച്ചപ്പോൾ കോടികൾ നമ്മുടെ കേരളത്തിൽ വേണ്ടി ഈ വ്യവസായങ്ങൾ തുടങ്ങുവാൻ കോടീശ്വരന്മാരും വ്യവസായികളും ഇന്ന് കേരളത്തിലേക്ക് വരുന്നത് നമുക്ക് കാണും. അതൊക്കെ വരുന്നത് ഇവിടുത്തെ ആൾക്കാർക്ക് തൊഴിലുകൂടി കൊടുക്കുവാൻ പറ്റാവുന്ന തരത്തിലുള്ള വ്യവസായങ്ങൾ തുടങ്ങുവാനാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, വ്യവസായങ്ങളുടെ ഒരു ഹബ്ബാക്കി കേരളത്തെ മാറ്റിയെടുക്കുക എന്നുള്ളത്. ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ വിദേശത്ത് നിന്നും മറ്റിതര പ്രദേശത്തിൽ നിന്നും വരുന്ന ആൾക്കാർക്ക് വ്യവസായങ്ങളൊന്നും വലുതായിട്ട് തുടങ്ങുവാൻ കേരളത്തിൽ പറ്റില്ലായിരുന്നു. ഇന്ന് ഈ ഗവൺമെന്റ് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിൽ ധാരാളം വ്യവസായങ്ങൾ കേരളത്തിൽ നമുക്ക് കൊണ്ടുവരുവാൻ കഴിയും. ആരോഗ്യ മേഖലകളിൽ വലിയ മാറ്റമാണ് ഇന്ന് കേരളത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ത്രിതല പഞ്ചായത്ത് സംവിധാനം വഴി അതിനൊക്കെ ഒട്ടേറെ കാര്യങ്ങൾ, നല്ല പ്രോജക്റ്റുകൾ സൃഷ്ടിക്കുവാൻ ഗവൺമെന്റ് തന്നെ നേരിട്ടിറങ്ങി വന്നുകൊണ്ട് നമുക്കറിയാം, നമ്മുടെ PHSCകൾ, CHSCകൾ, നമ്മുടെ താലൂക്ക് ആശുപത്രികൾ, നമ്മുടെ ജില്ലാ ആശുപത്രികൾ, ഏറ്റവും ഉയർന്ന ഘടകങ്ങൾ നമ്മുടെ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ എടുത്താൽ എത്ര കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഹൈടെക് മാതൃകയിലുള്ള കെട്ടിടങ്ങൾ, ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്ററുകൾ, സാധാരണക്കാർ ചെന്നാൽ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുവാൻ തയ്യാറാകുന്ന തരത്തിലേക്കുള്ള ആശുപത്രികളുടെ വലിയ മാറ്റം.
താലൂക്ക് ആശുപത്രികളൊക്കെ ഞങ്ങളുടെ ജില്ലയിൽ നോക്കിയാൽ 100 കോടി 50 കോടി ഒക്കെ തുക ചെലവഴിച്ചുകൊണ്ടാണ് ഈ വലിയ ആശുപത്രികൾ. നമ്മുടെ ചേർത്തല ആശുപത്രി നോക്കണം, കൊല്ലത്തെ ഫൗണ്ടേഷൻ ആശുപത്രി നോക്കണം, വലിയ വികസനമാണ്. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി നോക്കണം, പുനലൂർ താലൂക്ക് ആശുപത്രി, കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി, അങ്ങനെയുള്ള ഒട്ടേറെ ആശുപത്രികളെ ഒക്കെ തന്നെ ഒരു ജില്ലാ ആശുപത്രിക്ക് തുല്യമായി മാറ്റുവാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞു. ഇന്ന് നമുക്കറിയാം, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഉൾപ്പെടെ കരൾമാറ്റ ശസ്ത്രക്രിയ ഉൾപ്പെടെ ചെയ്യുന്ന ജില്ലാ ആശുപത്രികൾ നമ്മുടെ കേരളത്തിലുണ്ട്. എറണാകുളം ജില്ലാ ആശുപത്രി അതിന്റെ ഉദാഹരണം നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും. ആ നിലയിൽ ആരോഗ്യ മേഖലകളിൽ സമഗ്രമായ പുരോഗതി കൊണ്ടുവന്നുകൊണ്ട് കേന്ദ്രത്തിന്റെ തന്നെ ഒട്ടേറെ അംഗീകാരങ്ങൾ കേരളത്തിന് കൊണ്ടുവരത്തക്ക നിലയിൽ ഇന്ന് മുന്നോട്ട് പോകുന്ന ഒരു മേഖലയായിട്ട് ആരോഗ്യ മേഖലയെ നമുക്ക് മാറ്റിയെടുക്കുവാൻ കഴിയും. വിദ്യാഭ്യാസ മേഖല നമുക്കറിയാം, സമഗ്രമായ വിദ്യാഭ്യാസം, എല്ലാവർക്കും വിദ്യാഭ്യാസം, പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിനും വിദ്യാഭ്യാസം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് വന്നത്. ഇന്നെന്താണ് നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകൾ ഓരോന്നും എടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. എല്ലാ സ്കൂളുകളും ഹൈടെക് സ്കൂളുകളായി. എല്ലാ സ്കൂളുകളും 100% വിജയം കൊയ്യത്തക്ക നിലയിൽ അതിനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിഞ്ഞു. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് നല്ലതുപോലെ പഠിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ റാങ്കിംഗ് വ്യവസ്ഥ നിലനിന്നിരുന്ന ഈ കേരളത്തിൽ റാങ്കിനെയൊക്കെ എടുത്ത് മാറ്റിക്കഴിഞ്ഞപ്പോൾ കേരളത്തിൽ A+ലൂടെ അത് വന്നു. ഇന്ന് ഫുൾ A+ കിട്ടുന്ന കുട്ടികളുടെ എണ്ണം ആയിരക്കണക്കിനാണ് എന്നുള്ളത് നാം മനസ്സിലാക്കുക. നിസ്സാരപ്പെട്ടതല്ല. പണ്ട് 60% മാർക്ക് മേടിക്കുമ്പോൾ എല്ലാരും ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുമ്പോൾ സന്തോഷത്തോടു കൂടി നമ്മൾ പിരിയും. ഇന്ന് ഫസ്റ്റ് ക്ലാസ് അല്ല, 95% മാർക്ക് മേടിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളും A+ലൂടെ അവർ ഉയർന്നു വരും. ഫുൾ മാർക്ക് മേടിക്കുന്ന 1200-ൽ 1200 മാർക്ക് മേടിക്കുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ കൂടുതലാണ്. ഞങ്ങളുടെ കൊല്ലം ജില്ല ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അങ്ങനെ തന്നെ 12 പേർ. ഞാൻ ഒരു മണ്ഡലം മാത്രം പരിശോധിച്ചപ്പോൾ 400-ലധികം ആൾക്കാർ A+ൽ വിജയിച്ചു വന്ന കുഞ്ഞുങ്ങളെ നമുക്ക് കാണുവാൻ. അത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മാതൃകയാണ്. നമ്മൾ ഏത് രാജ്യത്തോടും പോയി നോക്കൂ, ഏത് സംസ്ഥാനത്തും നമ്മൾ ചെല്ലൂ, അവിടെ എല്ലാം മലയാളികളായിട്ടുള്ള ആൾക്കാർ കാണും. എന്താണ് മലയാളികൾ അവിടത്തെയൊക്കെ തലപ്പത്തിരിക്കുന്നത്? അത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലകളിൽ വന്ന സമഗ്രമായ മാറ്റമാണ്. നമ്മൾ ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാം പഠിച്ചിരുന്ന ഒരു കാലഘട്ടം ശ്രദ്ധിച്ചു നോക്കൂ. ഓലമേഞ്ഞ ഓടിട്ട ഷെഡുകൾ ഉൾപ്പെടെ ഇരുന്ന് അവിടെ എല്ലാം ഇരുന്ന് പഠിക്കുവാൻ. അവിടെ ചിലപ്പോൾ ബെഞ്ച് ഉണ്ടെങ്കിൽ ബെഞ്ച് ഉണ്ട് എന്ന് പറയാം. പുസ്തകം വെക്കുന്നത് തറയിലായിരുന്നു പലപ്പോഴും. പുതിയ ബാഗുകളും കൊണ്ട് കുഞ്ഞുങ്ങൾ ആ തറയിൽ കൊണ്ടുവന്ന് ഇരുന്ന് പഠിക്കുന്ന ഒരു കാലഘട്ടം. അതെല്ലാം ഇന്ന് മാറിയില്ലേ? അവിടെയൊക്കെ ഇന്ന് സ്മാർട്ട് ക്ലാസ് റൂം കൊണ്ടുവരുവാൻ, LP സ്കൂളുകളിൽ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് സ്കൂളുകളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഗവൺമെന്റ് ഇപ്പോൾ വലിയ പരിശ്രമമാണ് നടത്തുന്നത്. അവിടെയൊക്കെ വർണ്ണക്കൂടാരം എന്ന പേരിൽ പുതിയ പദ്ധതികൾ കൊണ്ടുവന്നുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ, അവർക്ക് രാവിലത്തെ ഭക്ഷണം വേണമെങ്കിൽ രാവിലെ ഭക്ഷണം, ഉച്ചഭക്ഷണം ഉൾപ്പെടെ കൊടുക്കുവാൻ, 8ാം ക്ലാസ് വരെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം, അവർക്ക് പാഠപുസ്തകങ്ങൾ സൗജന്യമായി കൊടുക്കുന്നു, യൂണിഫോം സൗജന്യമായി കൊടുക്കുന്നു. ആ നിലയിലേക്ക് വലിയ മാറ്റം കൊണ്ടുവന്ന ഒരു ഗവൺമെന്റ്. നമ്മുടെ കാർഷിക മേഖലകളിൽ വലിയ മാറ്റങ്ങൾ കേരളത്തിൽ ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുണ്ട്. എല്ലാവരും കൃഷിയിലേക്ക് പോകുക, എല്ലാവരും അടുക്കളത്തോട്ടം കേരളത്തിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊക്കെ മട്ടുപ്പാവിൽ ഉൾപ്പെടെ കൃഷി ചെയ്തു, അടുക്കള പ്രദേശങ്ങളിൽ ഉൾപ്പെടെ നമ്മൾ കൃഷി ചെയ്തു. നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമ്മൾ കൂടുതൽ സംഭരിക്കുവാൻ, വിഷരഹിതമായ പച്ചക്കറികൾ സംഭരിക്കുവാനുള്ള സംവിധാനം കേരളത്തിൽ വരും. പക്ഷെ നിങ്ങൾക്ക് ഇടകൊണ്ട് നമുക്ക് ഇച്ചിരിച്ച് ബുദ്ധിമുട്ട് വന്നത് കേന്ദ്ര സർക്കാർ നെല്ല് സംഭരണത്തിന് ആവശ്യമുള്ള ഫണ്ട് ഇപ്പോൾ തരുന്നില്ല. ഒരു ഘട്ടത്തിൽ അതിന് വേണ്ടുന്ന ഫണ്ട് മുഴുവൻ തരുന്നത് കേന്ദ്ര സർക്കാരായിരുന്നു. ഇപ്പൊ അതെല്ലാം വരവ് നിലച്ചു. നമ്മോട് 2 വർത്തമാനം പറയാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ സമ്മേളനമാണ് പാർട്ടി കോൺഗ്രസ് എന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരാനിരിക്കുന്ന സമ്മേളന കാലയളവിൽ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ തന്ത്രങ്ങളെ കുറിച്ചുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് പാർട്ടി കോൺഗ്രസിലാണ്. സംഘടനാപരമായ മുന്നേറ്റത്തിനെ കുറിച്ചും സംഘടനാപരമായി ഉണ്ടായ പോരായ്മകളെ കുറിച്ചുമെല്ലാമുള്ള ചർച്ചകൾ ഉണ്ടാകുന്നത് പാർട്ടി കോൺഗ്രസിലാണ്. വരാനിരിക്കുന്ന കാലത്തേക്ക് പാർട്ടിയെ നയിക്കാൻ പര്യാപ്തമായ പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുന്നത് പാർട്ടി കോൺഗ്രസിലാണ്. തീർത്തും ജനാധിപത്യപരമായാണ് രാഷ്ട്രീയ പ്രശ്നങ്ങളിലും സംഘടനാ പ്രശ്നങ്ങളിലുമെല്ലാം പാർട്ടിയുടെ മുഴുവൻ അംഗങ്ങൾക്കും അഭിപ്രായം പറയാനും
തിരുത്തലുകൾ വരുത്താനും നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും എല്ലാം ഉതകുന്ന രൂപത്തിൽ അതിന്റെ ഘടക സമ്മേളനങ്ങൾ താഴെ ബ്രാഞ്ച് തലം വരെ പൂർത്തീകരിക്കപ്പെടുന്നത്. എന്തായിരിക്കണം പാർട്ടി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്നതിനെ കുറിച്ച് അതിന്റെ ദേശീയ ഘടകങ്ങളിൽ മാത്രമല്ല, മറിച്ച് അതിന്റെ ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ബ്രാഞ്ചിലെ അംഗങ്ങൾക്ക് വരെ അതിന്റെ കരട് രാഷ്ട്രീയ പ്രമേയത്തിനകത്ത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഈ പ്രസ്ഥാനത്തിലുണ്ട്. വരുന്ന വർഷക്കാലങ്ങളിൽ ഈ പാർട്ടിയെ നയിക്കേണ്ടവരാരെന്ന ചോദ്യത്തിന് ഏതെങ്കിലും ഒരു നേതാക്കന്മാരാൽ നിശ്ചയിക്കപ്പെടുന്ന സംവിധാനങ്ങൾ നോമിനേറ്റ് ചെയ്യുന്നവരല്ല പാർട്ടിയെ നയിക്കേണ്ടത്, മറിച്ച് പാർട്ടിയുടെ സംഘടനാപരമായ യോഗങ്ങളിൽ, ഘടകങ്ങളിൽ, കമ്മിറ്റികളിൽ ചർച്ചകൾ നടത്തിയിട്ട് വേണം പാർട്ടിയുടെ ചുമതലക്കാരെ, അതിന്റെ വരാനിരിക്കുന്ന വർഷങ്ങളിലെ സെക്രട്ടറിമാരെയും കമ്മിറ്റിയെയും നിശ്ചയിക്കേണ്ടത് എന്നുറപ്പുള്ള പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി.